സാറാണ്. ആദ്യമേ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. 2026 എക്സാം എഴുതുന്നവർ, മീൻസ് കഴിഞ്ഞ വർഷം ഫെയിലായ കുട്ടികൾ, 2026 ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളുടെ കൂടെ ഫെയിലായ കുട്ടികൾക്ക് എഴുതാനുള്ള അവസരമുണ്ട്. അതിനുള്ള ആപ്ലിക്കേഷൻ എല്ലാം കൊടുക്കേണ്ട ടൈം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അതും ഫെയിലായെങ്കിൽ മാത്രമേ എക്സാമിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പാടുള്ളൂ. അതിനെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ വർഷം തന്നെ നമ്മൾ ഈ ഫസ്റ്റ് വരാൻ പോകുന്ന എക്സാമിന് തന്നെ എല്ലാവരും പാസ്സാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കുക, ജയിക്കുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആ ജയിക്കുക എന്നുള്ളതാണ് ഒരു ഫെയിലായ കുട്ടികളുടെ ഏറ്റവും വലിയ ആവശ്യം, ആഗ്രഹം. ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് തോക്കാതിരുന്നാൽ മതി. അങ്ങനെയുള്ള അനേകായിരം കുട്ടികളുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങണമെന്നും ഒക്കെ ഉള്ളവരുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ എന്നുള്ളതാണ്. നമ്മൾ ജയിക്കുക എന്നുള്ള ഉറപ്പിന് വേണ്ടി പഠിക്കേണ്ടത് എങ്ങനെയാണ്, അതിനു വേണ്ടിയുള്ളതാണ്. നമ്മൾ മെയിനായിട്ട് കൂടുതൽ സബ്ജക്ട്സുകൾ പറയുന്നത് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, പിന്നെ ബയോളജി. ഈ 5 സബ്ജക്ട്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു മെത്തേഡിനെ നമ്മൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ദാറ്റ് മീൻസ് 40% ഈസ് ടു 80%. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ആണ്. രണ്ടാമത് ഇതിനുള്ളിൽ നിന്ന് പഠിക്കേണ്ട കണ്ടന്റ് ആണ്. ഇതാണ് ഈ 2 കാര്യങ്ങൾ. ഇത് ചാപ്റ്റർ, അത് കണ്ടന്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഉറപ്പോടുകൂടി വേണം തുടങ്ങാൻ. ഇനി നമ്മൾ തോക്കും എന്നുള്ളൊരു പേടി മനസ്സിൽ നിന്ന് കളയുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഈ പഠിക്കേണ്ട രീതിയെക്കുറിച്ച് എങ്ങനെയാകണം എന്ന് പറയാൻ പോവാണ്. നമ്മളിപ്പോ 40% ഒരു ചാപ്റ്ററിൽ നിന്നും 40% എന്ന് പറഞ്ഞാൽ പകുതിയിൽ താഴെ പഠിച്ചുകൊണ്ട് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക്, ഏകദേശം ആ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്നതിന്റെ 80% നേടുക. ഇതാണ് ഈ ഉദ്ദേശിക്കുന്ന 40:80 എന്ന് പറയുന്ന റേഷ്യോ മെത്തേഡ്. അപ്പൊ ഈ 40% പഠിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും മുഴുവനായിട്ട് എന്തായാലും എല്ലാവർക്കും കൂടെ പഠിക്കാൻ പറ്റില്ല. ഫെയിലായ കുട്ടിക്ക് ഒരിക്കലും മുഴുവൻ പഠിച്ചുകൊണ്ട് ഇനിയും നമുക്ക് പോകാൻ പറ്റില്ല. അവര് ഫെയിലായത് എന്തുകൊണ്ടാ? തോറ്റത്. ഈ കാരണം ഇത് ഭയങ്കര ടഫ് ആയതുകൊണ്ട് തോറ്റുപോയതാ. പിന്നെ അവരെ നമ്മൾ മുഴുവൻ പഠിപ്പിക്കുക, മുഴുവൻ പഠിച്ച് പോയാൽ നമുക്ക് ജയിക്കാം എന്ന് പറഞ്ഞതിന്റെ ഒരു അർത്ഥമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും കുറച്ച് പഠിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതല്ല, ഒരുവിധം പഠിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു ചാപ്റ്ററിൽ നിന്ന് മാർക്ക് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് 40%. 40% പകുതി താഴെ ഉള്ളൂ. പക്ഷേ 80 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട മാർക്ക്, അവിടുന്ന് നിങ്ങൾ നേടിയെടുക്കേണ്ടത് 80%. അപ്പൊ ഇതിനുള്ളിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്റേഴ്സിനെ സെലക്ട് ചെയ്ത് ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കാൻ പറ്റുന്നതും ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഒരു 80% കുറച്ച് പഠിച്ചുകൊണ്ട് കിട്ടുന്നതുമായിട്ടുള്ളതിനെ സെലക്ട് ചെയ്യാൻ പഠിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 40% എന്ന് പറയുമ്പോൾ പകുതി താഴെ പഠിക്കുമ്പോൾ വളരെ റിസ്ക്. പലതും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവോയ്ഡ് ചെയ്യേണ്ടി വരും. അവോയ്ഡ് ചെയ്യുന്നത് പ്രോബ്ലം അല്ല, നമുക്ക് പഠിക്കാൻ പറ്റുന്നത് മാത്രമല്ല, പഠിക്കേണ്ടത് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ വെറും 40% കൊണ്ട് 80% മാർക്ക് നമുക്ക് ഓരോ ചാപ്റ്ററിൽ നേടാൻ പറ്റും. അങ്ങനെ നമുക്കൊരു പകുതിയിൽ കൂടുതൽ ചാപ്റ്റേഴ്സിനെ സെലക്ട് ചെയ്താൽ മതി. അല്ലാതെ മുഴുവൻ ചാപ്റ്റേഴ്സിന് അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട. പകുതി കൂടുതൽ ചാപ്റ്റേഴ്സ് അങ്ങനെ സെലക്ട് ചെയ്ത് പഠിച്ചാൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും ജയിക്കുക എന്നുള്ളതല്ല, 60-30 അല്ലെങ്കിൽ 80-40 മാർക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും. കാരണം നമുക്ക് ചോയ്സുകളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. അതുപോലെ നമുക്ക് 8 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 6 എണ്ണം എഴുതിയാൽ മതി. അതുപോലെ രണ്ടാം സെക്ഷൻ അങ്ങനെയല്ലേ, 8 ക്വസ്റ്റ്യൻ 6 എണ്ണം മതി, ഫുൾ മാർക്കിനുള്ളതായി. അപ്പൊ നിങ്ങൾ 6 എണ്ണം വേണ്ട, നിങ്ങളൊരു 2 എണ്ണം വെച്ചോ ഒരു 3 എണ്ണം വെച്ചോ എഴുതുക. 8 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എഴുതുക. ഉറപ്പായിട്ടും ആ 3 എണ്ണത്തിൽ നിന്ന് നിങ്ങൾ മുഴുവനും മാർക്ക് വാങ്ങിയില്ലെങ്കിൽ പോലും 80% മാർക്ക് വാങ്ങണം. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ടത്, നിങ്ങൾ ആ ചാപ്റ്ററിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. അല്ലാതെ കുറച്ച് പഠിച്ചിട്ട് അടുത്ത ചാപ്റ്ററിലോട്ട് പോയി കുറച്ച് പഠിച്ചിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഓർക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആ ചാപ്റ്റേഴ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനെ നന്നായിട്ട് പഠിക്കുക. ആ കുറച്ച് കാര്യമാണേലും എക്സാമിന് വന്ന ഉറപ്പായിട്ടുള്ള കാര്യം തെറ്റാതെ ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ നമുക്കൊരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നു, പലർക്കും ഈ 6 മാർക്ക് കിട്ടുന്നില്ല. എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും, പക്ഷെ എഴുതുമ്പോൾ ഈ 6 മാർക്ക് കിട്ടാറില്ല.
അങ്ങനെ ഉണ്ടാവരുത്. 6 മാർക്കിലെ 5 മാർക്കെങ്കിലും കുറഞ്ഞത് കിട്ടുന്ന രീതിക്കുള്ള ഉറപ്പിക്കണം പഠിത്തം, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്നതിനെല്ലാം ഒരുവിധം ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. ഒത്തിരി പഠിക്കാതെ തന്നെ എളുപ്പത്തിൽ ജയിക്കാൻ പറ്റും. അല്ലാതെ ഇച്ചിരി ഇവിടെ പഠിച്ചു, അടുത്ത ചാപ്റ്റർ ഇച്ചിരി പഠിച്ചു, ഇതെല്ലാം കൂടെ എഴുതുമ്പോൾ കുറേ കണ്ടന്റുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എക്സാം എഴുതുമ്പോൾ ഇത് സോർട്ട് ചെയ്യാൻ പോലും ഏതൊക്കെയാണ് പഠിക്കണം എന്നുള്ളത് ഓർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുക. ചാപ്റ്റേഴ്സിന് സെലക്ഷൻ നമ്മുടെ ക്ലാസ് ഒന്ന് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിനെയും ഈ പറഞ്ഞ സബ്ജക്ട്സിന്റെ എല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ആണ്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സംശയങ്ങളും എങ്ങനെ ജയിക്കണമെന്ന് ചോദിക്കുന്ന എല്ലാം ഓരോരുത്തർക്കും ഓരോ സംശയങ്ങളായിരിക്കും. അതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് ജയിക്കാൻ എന്ന് പറഞ്ഞാൽ പകുതി കൂടുതൽ മാർക്ക് വാങ്ങേണ്ട രീതികളാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒരു പേപ്പറിന് ഇത്രയും മാത്രം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഈ പറഞ്ഞ എല്ലാ എക്സാമിന് വരുന്ന ചെറിയ ചെറിയ ചെപ്പിടി വിദ്യകളുണ്ടല്ലോ ജയിക്കേണ്ടതിന് വേണ്ടി, അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ച് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ 6 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞ 5 മാർക്കെങ്കിലും കിട്ടണം. അപ്പൊ നമുക്ക് മാത്സോ ഒക്കെ ആണെങ്കിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട് 6 മാർക്കിന്റെ. നിങ്ങൾ അതിൽ 2 ഉറപ്പിച്ചാൽ മതി. 2 വിട്ടേത്. അപ്പൊ 4 ക്വസ്റ്റ്യനിൽ നിന്ന് 3 എഴുതിയാൽ മതി. നിങ്ങൾ 2 അത്യാവശ്യം എഴുതാം. അത് തന്നെ 10 മാർക്ക് കിട്ടും. 5 വീതം ഞാൻ കൂട്ടുന്നുള്ളൂ, 10 മാർക്ക്. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചാപ്റ്റേഴ്സിനെ മാത്രം പഠിച്ചാൽ പോരാ, ക്വസ്റ്റ്യൻ പഠിക്കണം. 6 മാർക്സിന്റെ ആകുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. അതിനുള്ള വഴികളുണ്ട്. അത് വെച്ച് പഠിച്ചാൽ ആ ചാപ്റ്റർ ആ സബ്ജക്ട്സ് ക്ലിയർ ആയിട്ട്, അങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെ ഉള്ളിൽ നിന്നും നമുക്ക് എക്സാമിന് വരുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ഒത്തിരി പഠിക്കാതെ എളുപ്പത്തിൽ ജയിക്കാൻ പറ്റും. ആ വഴിയാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്താ, ഒന്നാമത്തെ കാര്യം ചാപ്റ്റേഴ്സിനെ സെലക്ട് ചെയ്ത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത്. രണ്ടാമത് എന്താണ്, ഈ ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക, പലതവണ എഴുതി പഠിക്കുക. അല്ലാതെ കൂടുതൽ ചാപ്റ്റേഴ്സിനെ കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പലതും ആദ്യം പഠിച്ചത് മറന്നുപോകും. അതുകൊണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് തെറ്റാതെ എക്സാമിന് വരുമ്പോൾ എഴുതാൻ പഠിക്കണം. ഇനി ക്വസ്റ്റ്യൻസിന്റെ മാറ്റം പോലും നമുക്ക് ഇത്രയും നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാറി വന്നാൽ പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നമ്മുടെ ഈ 1-ാം തീയതി ക്ലാസ് നിങ്ങൾക്ക് ഈ കാര്യം തന്നത്. എല്ലാവരും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്ലാസ് ജോയിൻ ചെയ്യാൻ നമ്മൾ തന്നുള്ള നമ്പർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും 2026 ജയിക്കട്ടെ. എല്ലാവരും ഒരാൾ പോലും ഫെയിൽ ആവരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.